പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഇൻ്റഗ്രേഷൻ ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. എക്സാമിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് ആനുവൽ എക്സാം എഴുതുന്നതിന് എളുപ്പമായിരിക്കും. പ്രവർത്തനം 1, കഥ വായിക്കാം, എഴുതാം. ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? മുത്തശ്ശനും മുത്തശ്ശിയും നെയ്യപ്പം ചുടുകയാണ്. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു. മുത്തശ്ശനും ഒപ്പം കൂടി. 9 നെയ്യപ്പം വീതം വച്ചു. 1 ബാക്കിയായി. രണ്ടുപേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്ന് വിളിച്ചു. അവർ മിണ്ടിയില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? ഉത്തരം എന്താ എഴുതേണ്ടത്? മുത്തശ്ശിയും മുത്തശ്ശനും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പമാണ് ചുട്ടത്? എത്രയാണ് മക്കളെ? 9. ചോദ്യം 3. 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു? എത്രയാണ്? 1 എണ്ണം ബാക്കി വന്നു. ഉത്തരം 1. ചോദ്യം 4. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വന്നത്? ഉത്തരം പാൽക്കാരനും മീൻകാരനും. ചോദ്യം 5. തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞതെന്താണ്? ഉത്തരം നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. പ്രവർത്തനം 2. വാഹനങ്ങൾ പലതരം. വാഹനങ്ങളെ കരയിലൂടെ, വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ പോകുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ 3 കോളംസ് ഉണ്ട്. കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ലിസ്റ്റാണ് ആദ്യത്തെ കോളത്തിൽ എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ കോളത്തിൽ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. നമുക്ക് കരയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരെഴുതാം. ബസ്, ലോറി, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, തീവണ്ടി. ഇനി നമുക്ക് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരെഴുതാം. ആൻസർ കപ്പൽ, ബോട്ട്, തോണി. ഇനി നമുക്ക് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളുടെ പേരെഴുതാം. ഉത്തരം വിമാനം, ഹെലികോപ്റ്റർ. പ്രവർത്തനം 3. വരികൾ കൂട്ടിച്ചേർക്കാം. ഇവിടെ 4 വരി തന്നിട്ടുണ്ട്. അതൊന്ന് പാടാം. തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, ചുവന്ന നിറത്തിൽ തക്കാളി, ഉരുണ്ടിരിക്കും തക്കാളി. ഈ 4 വരിയിലെ ആദ്യത്തെ 2 വരികൾ വായ്ത്താരിയും അടുത്ത 2 വരികൾ തക്കാളിയെ കുറിച്ചിട്ടുള്ളതുമാണ്. ഇവിടെ നോക്കൂ, കുമ്പളങ്ങയെക്കുറിച്ചും പാവയ്ക്കയെക്കുറിച്ചുമാണ് നാം ഇനി വരികൾ എഴുതേണ്ടത്. ആദ്യത്തെ 2 വരി അതുപോലെ തന്നെ എഴുതിയാൽ മതിയാകും. തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര, വെളുത്ത നിറത്തിൽ കുമ്പളങ്ങ, വലിപ്പമുള്ള കുമ്പളങ്ങ. അടുത്തിവിടെ തന്നിട്ടുള്ള ചിത്രം പാവയ്ക്കയെക്കുറിച്ചാണ്. അപ്പോൾ പാവയ്ക്കയെക്കുറിച്ചിട്ടുള്ള വരികളാണ് എഴുതേണ്ടത്. അതിനു മുമ്പേ ആദ്യത്തെ 2 വരി തെയ്ത തിന്തക തെയ്താര, തിന്തക തിന്തക തെയ്താര എന്ന 2 വരികൾ എഴുതുക. തുടർന്ന് പാവയ്ക്കയെക്കുറിച്ച് എഴുതണം. എന്തെഴുതാം? പച്ച നിറത്തിൽ പാവയ്ക്ക, കൈപ്പേറുന്നൊരു പാവയ്ക്ക. പ്രവർത്തനം 4. വള്ളിയിലാര്, ചെടിയിലാര്. പച്ചക്കറികളെ വള്ളിയിൽ വളരുന്നവ, ചെടിയിൽ വളരുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. വള്ളിയിൽ വളരുന്ന പച്ചക്കറികളുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത്തെ കോളത്തിൽ ചെടിയിൽ വളരുന്ന പച്ചക്കറികളുടെ പേരെഴുതണം. വള്ളിയിൽ വളരുന്ന പച്ചക്കറികൾ മത്തങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, വെള്ളരി. അടുത്ത് ചെടിയിൽ വളരുന്ന പച്ചക്കറികൾ മുളക്, തക്കാളി, വഴുതനങ്ങ, വെണ്ട. ഈ പ്രവർത്തനത്തിൽ തന്നെ വരുന്ന ഒരു ചോദ്യമാണ് ഒരു ഇലക്കറിയുടെ പേര് എഴുതുക. ആൻസർ എന്താ? ചീര. പ്രവർത്തനം 5. സംഭാഷണം പൂർത്തിയാക്കാം. മക്കളെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം നോക്കി സംഭാഷണം പൂർത്തിയാക്കണം. തന്നിട്ടുള്ളത് വായിക്കാം. ആമി: ഇത് എന്താണെന്നറിയാമോ? സുമി: ഇത് സ്ലേറ്റ് അല്ലേ? ബാക്കിയുള്ളത് നാം നമ്മുടെ ആശയത്തിൽ നിന്ന് എഴുതണം. ചെറുവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ. ആമി പറയുകയാണ്, അതെ, ഇത് എൻ്റെ പുതിയ സ്ലേറ്റാണ്. സുമി: ഇതിൽ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? ആമി: പറ്റുമല്ലോ, നമുക്ക് പൂമ്പാറ്റയെ വരയ്ക്കാം. സുമി: എനിക്കും ഇതിൽ വരയ്ക്കണം. ആമി: ഇതാ സ്ലേറ്റ്, നീയും വരച്ചോളൂ. സുമി: നല്ല സ്ലേറ്റ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഹൈപ്പും കമൻറ്റും ചെയ്യണേ. വീണ്ടും കാണാം. നന്ദി.